Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. Suratu Hudile 7ാമത്തെ സൂക്തം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا ولئن قلت إنكم مبعوثون من بعد الموت ليقولن الذين كفروا إن هذا إلا سحر مبين. وهو الذي خلق السماوات والأرض. അവനാകുന്നു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്, പടച്ചത്. ഫി 6 അയ്യാമിൻ 6 ദിനങ്ങളിലായി, അല്ലെങ്കിൽ 6 ഘട്ടങ്ങളിലായി. വകാന അർഷുഹു അലൽ മാ. അവൻ്റെ അർഷ്, അവൻ്റെ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു. ലിയബ്ലുവക്കും, അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അയ്യുക്കും, നിങ്ങൾ ആരാണ് അഹ്സനു അമലൻ, പ്രവർത്തനത്താൽ ഏറ്റവും ഉത്തമമായത് ചെയ്യുന്നവർ എന്ന്. വലഇൻ ഖുൽത, ഇനി താങ്കൾ പറഞ്ഞാൽ, ഇന്നക്കും മബ്ഉസൂന, നിങ്ങൾ വീണ്ടും ജീവിപ്പിക്കപ്പെടും, നിങ്ങൾ പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ, മിൻ ബഅദിൽ മൗതി, മരണാനന്തരം ഒരു ബഅസ്, ഒരു പുനർജീവിതം ഉണ്ടെന്ന് പറയപ്പെട്ടാൽ, ലയഖൂലന്ന അല്ലദീന കഫറൂ, നിഷേധിച്ചവർ പറയുക തന്നെ ചെയ്യും, ഇൻ ഹാദാ, ഇതല്ല, ഇല്ലാ സിഹ്റും മുബീൻ, വ്യക്തമായ മാരണമല്ലാതെ, ആഭിചാര പ്രവൃത്തിയല്ലാതെ. ഈ വർത്തമാനങ്ങളൊക്കെ ആഭിചാരം ചെയ്യുന്നവർ പറയുന്നത് പോലെയുള്ള വർത്തമാനങ്ങളാണ് എന്ന് പറയും. ഈ സൂക്തത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ 3ാമത്തെ ആയത്ത് പറഞ്ഞപ്പോൾ, ഇൻ തവല്ലൗ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, അവിടെ ഞാനൊരു സംശയം പറഞ്ഞിരുന്നു. ആരാണത് പറഞ്ഞത്? അള്ളാഹു ആണോ പ്രവാചകനാണോ? ഇന്നലെ മലപ്പുറത്ത് വെച്ചൊരു സുഹൃത്തിനെ കണ്ടപ്പോൾ, അദ്ദേഹം ഖുർആൻ നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ അതിനൊരു വിശദീകരണം തരാണ്ട് കേട്ടോ. അപ്പോൾ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അള്ളാഹ് എടുത്ത് ഉദ്ധരിക്കുകയാണ്. 2ാമത്തെ ആയത്തിൽ, ഇൻ തവല്ല, ഓർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫഇന്നി അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നു, അദാബ യൗമിൻ കബീർ, ഒരു വലിയ ദിനത്തിലെ ശിക്ഷയെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അള്ളാഹുവിൻ്റെ സന്ദേശത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരെ ഭയപ്പെടുത്തി അറിയിക്കുന്നതാണ്. അള്ളാഹു പറഞ്ഞത് പ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. അന്ന് അങ്ങനെ പറഞ്ഞ വർത്തമാനം, അതുകൊണ്ട് അത് വിശദീകരിച്ചതാണ്. ഇവിടെ എന്താ ഇപ്പോൾ പറഞ്ഞത്? വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങളിലായി പടച്ചവൻ. ഇത് നമ്മൾ സൂറത്ത് യൂനുസിലും സൂറത്ത് അഅറാഫിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ദിവസം അത് എന്തു മുതലുണ്ടായത്? ആകാശത്തെയും ഭൂമിയൊക്കെ പടച്ച് സൂര്യനും ഭൂമിയൊക്കെ ഉണ്ടായി വന്നതിന് ശേഷമാണ് ഇന്ന് നമ്മൾ കണക്കാക്കുന്ന ദിവസം ഉണ്ടായത്, അല്ലേ? അങ്ങനെയുള്ള ഉണ്ടായത്. അതിൻ്റെ അടുത്ത് ഇന്ന് നമ്മൾ പറയുന്ന ദിവസം 24 മണിക്കൂറിൻ്റെ ദിവസം ഇല്ലല്ലോ. അപ്പോൾ യൗമൻ എന്തായിരിക്കും? 6 ഘട്ടങ്ങളിലായി. ഈ ഭൂമിയും ഈ ആകാശവും ഈ പ്രപഞ്ചമാസകലം ഇന്നുള്ള രൂപത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത് 6 ഘട്ടങ്ങളിലായിട്ടാണ്. അത് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കാലം എത്രത്തോളം ഉണ്ടായിരുന്നു ഓരോ ഘട്ടം, അതൊന്നും നമുക്ക് പറയാൻ വയ്യ. ഇതൊക്കെ എന്തിനാ? മനുഷ്യനെ ഇവിടെ അധിവസിപ്പിക്കാൻ, ഒന്ന് മനുഷ്യനെ അത്ഭുതപ്പെടുത്തി ചിന്തിപ്പിക്കാൻ.
എന്നിട്ട് അവൻ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അള്ളാഹു ഉണ്ടെന്ന് അറിഞ്ഞ് അവൻ്റെ ആശയവും ആദർശവും മനസ്സിലാക്കി ജീവിച്ച് മരിക്കാൻ. അത് അവസാനം ലിയബ്ലുവക്കും എന്ന് പറയുന്നുണ്ട്, പരീക്ഷിക്കാനാണെന്ന്. അപ്പോൾ വഹുവല്ലദീ ഖലഖസ് സമാവാത്തി, ആകാശങ്ങളെ അവൻ പഠിച്ചു. ഇത് സൂറത്ത് അഅറാഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൂറത്ത് യൂനുസിലും വന്നിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിനങ്ങളിലായി അവൻ പടച്ചു എന്നർത്ഥം പറയും. യൗമന ദിവസം എന്നർത്ഥം. അതിന് ഘട്ടം എന്നാണ് അല്പം കൂടി ഇവിടേക്ക് ഫിറ്റായ അർത്ഥം. അത് ഓരോ സംഗതി അന്ന് നമ്മൾ ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ലോകം എന്ന് പറയും നമ്മൾ. ഇന്നത്തെ ലോകമല്ല, ഇന്നലത്തെ ലോകമാണ്, നാളത്തെ ലോകമാണ് എന്നുവെച്ചാൽ ഈ കാലഘട്ടത്തിലെ, അങ്ങനെയാണല്ലോ അതിൻ്റെ അർത്ഥം. ഇന്നത്തെ തലമുറ എന്ന് പലപ്പോഴും നമ്മൾ പറയും. ഇന്നത്തെ തലമുറ ഇന്ന് പറഞ്ഞ 24 മണിക്കൂറിൻ്റെ തലമുറ എന്നല്ലല്ലോ, ഈ കാലഘട്ടത്തിലെ തലമുറ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ ഭരണകൂടം എന്ന് പറഞ്ഞാലും ഈ സമയത്തെ ലോകഭരണക്രമം, ലോകഭരണകൂടങ്ങൾ എന്നൊക്കെയാണ്. അതാണ്, അതുപോലെ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ എളുപ്പം. അല്ലെങ്കിൽ അവിടെ തന്നെ അപ്പം തന്നെ ഒരു സംശയം, സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, ഭൂമിയില്ല, ഒക്കെ ഉണ്ടായി അത് 6 ദിവസം കൊണ്ട് പഠിച്ചു എന്നത് പറയുമ്പോൾ തന്നെ ആൾക്കാർ കേൾക്കും, അതെന്ത് വർത്താനങ്ങളീ പറയണതെന്ന്. അപ്പോൾ വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ, 6 ഘട്ടങ്ങളിലായിക്കൊണ്ട് ആകാശഭൂമികളെ പടച്ചവനാണവൻ. വഖാന അർശുഹു അലൽ മാ, അവൻ്റെ സിംഹാസനം വെള്ളത്തിൻ്റെ മേലായിരുന്നു, വെള്ളത്തിൻ്റെ മേലായിരുന്നു. സൂറത്തു ഫുസ്സിലത്തിൽ അല്ലാഹു തആല പറയുന്നത് സുമ്മസ്തവ ഇലസ്സമാഇ വഹുവ ദുഖാൻ, പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു, അത് വാതകമായിരുന്നു. അപ്പോൾ ഈ ഭൂമി, ആകാശഭൂമികൾ ഉണ്ടാകുന്നതിന് അല്ലാഹ് ഉണ്ടല്ലോ, അല്ലാഹ് ഉള്ളവനാണ്, അല്ലാഹ് ഉണ്ടായവനല്ല. ഉണ്ടായത് ഈ പ്രപഞ്ചമാണ്, ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളുമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടായവൻ എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താ പറയുക? ഉള്ളവനാണ്. അള്ളാഹു മൗജൂദ് എന്നാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു വിശ്വാസ കാര്യത്തിലാണ് അള്ളാഹു ഉള്ളവൻ. ഈ ഉള്ളവനായ അള്ളാഹു ഈ ആകാശങ്ങളും ഭൂമിയും ഇത്തരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇവിടെ സൃഷ്ടിച്ചിരുന്നത്? സൂറത്ത് ഫുസ്സിലത്തിൽ പറയുന്നു വാതകമായിരുന്നു എന്ന്. അതേമാതിരി പിന്നെ സൂറത്ത് അംബിയായിൽ അതിൻ്റെ ഒരു വിശദീകരണം എന്നോണം പറയുന്നത് അന്നസ്സമാവാതി വൽ അർള കാനത്താ റത്ഖൻ, ആകാശഭൂമികൾ ഒന്നായി ചേർന്നതായിരുന്നു. ഫഫതഖ്നാഹുമ, അതിനെ രണ്ടിനെയും നമ്മൾ വേർപ്പെടുത്തി. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും ദ്രാവകത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അള്ളാഹുവാണ് നന്നായി അറിയുന്നത്. ഈ പ്രപഞ്ചം ഇന്നത്തെ രൂപത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ആദ്യ പടി വാതക രൂപമായിരുന്നു. പിന്നെ അതിന് ജലരൂപമായി മാറി. ഒരുപക്ഷെ ജലം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലുള്ള വെള്ളമായിക്കോണമെന്നില്ല, അതിൻ്റെ മറ്റേതെങ്കിലും പരിണാമ രൂപമായിരിക്കാം. അള്ളാഹുവാണ് അറിയുന്നവർ. വക്കാന അർശുഹു അലൽ മാ, അവൻ പറയുന്നു വെള്ളത്തിന്മേലായിരുന്നു അവൻ്റെ അർശ്, അവൻ്റെ ആധിപത്യം. നമ്മളിന്ന് അതിന് വെള്ളം എന്ന് പറയും. ഈ വെള്ളത്തിൻ്റെ ആദ്യ രൂപം എന്തായിരുന്നു? വെള്ളത്തിന് ഐസാകുന്ന രൂപമുണ്ടല്ലോ, വാതകമാകുന്ന രൂപമുണ്ടല്ലോ, അതൊക്കെ വെള്ളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപമാണല്ലോ. ഒരു പക്ഷേ മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഇനി പിൽക്കാലത്ത് കണ്ടെത്താൻ ചിലപ്പോൾ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു രൂപവും ഉണ്ടാകാമല്ലോ. ഇപ്പോൾ മനുഷ്യൻ കണ്ടെത്തിയത് ഐസ് പറഞ്ഞാൽ വെള്ളം തന്നെയാണ്, വാതകവും വെള്ളം തന്നെയാണ്. വെള്ളം വാതകമായിട്ട് മാറും, വേറെ എന്തെങ്കിലും ഉണ്ടാവാം, അല്ലാഹു അഅലം. അതല്ല, ഈ പ്രപഞ്ചമാസകലം നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന അർത്ഥത്തിലുള്ള വെള്ളമായിരുന്നിരിക്കാം. അന്ന് കരയുണ്ടായിട്ടില്ല, ആകാശമുണ്ടായിട്ടില്ല. പിന്നെ അവൻ ആകാശത്തെയും ഈ വെള്ളത്തെയും വേർപ്പെടുത്തി, വെള്ളത്തിൽ പതുക്കെ പതുക്കെ കര രൂപപ്പെട്ടു വന്നു. അങ്ങനെ ആവാം, അതായിരിക്കണം അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുകയല്ലാതെ അതുതന്നെയാണ് എന്ന് പറയാൻ നമ്മുടെ അറിവിൻ്റെ പരിമിതി നമുക്ക് പ്രയാസമുണ്ടാക്കുന്നു. അതാണ് പണ്ഡിതന്മാരൊക്കെ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്. പിന്നെ അള്ളാഹു ഒരു കാര്യം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമ്, അല്ലാമുൽ ഗുയൂബ്, ആലിമുൽ ഗൈബി വസ്സമാവാത്ത്, അലീമുൻ ഖബീർ, ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹു ഒരു കാര്യം പറയുമ്പോൾ കടൽ വെള്ളത്തിലെ അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നമുക്ക് തിന്ന അത്ര തുള്ളിയില്ല, അത്രയുള്ള ഒരു മനുഷ്യൻ്റെ അറിവാണ്, അത്രയില്ല.
ലോകത്ത് മനുഷ്യന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അത്ര ഉണ്ടാവുള്ളൂ. ഏത് കടൽ വെള്ളത്തിലെ ഒരു തുള്ളി വെള്ളം എത്ര ഉണ്ടാവും, അത്ര അറിവ് മനുഷ്യന് ഇന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള അറിവുകളൊക്കെ അള്ളാഹുവിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ അറിവിൻ്റെ പരിമിതി കൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഇക്കാര്യം വളരെ കൃത്യമായി വിവേചിച്ചറിയാൻ, വിവക്ഷിച്ചറിയാൻ, വിശദീകരിച്ചറിയാൻ നമ്മുടെ പരിമിതി, അറിവിൻ്റെ പരിമിതി അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയുടെ പരിമിതി കാരണമാകും. കുറച്ചുകൂടി കഴിയുമ്പോൾ അല്പം കൂടെ വിശദമായിട്ട് ശാസ്ത്രം കണ്ടെത്തിയേക്കും. അല്ലാഹു അഅലം. അപ്പോൾ വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. വകാന അർശുഹു അലൽ മാ. അർശ് പറഞ്ഞാൽ എന്താ? അർശ് എന്നുള്ളതിന് നമുക്ക് വളരെ കൃത്യമായി ലാ യഖ്ദിറു ഖദറുഹു ന, അതിൻ്റെ ഖദർ, അതിൻ്റെ വലുപ്പം, അതിൻ്റെ മഹത്വം അത് നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത അത്രയാണ്. ഈ പ്രപഞ്ചത്തിനെ വലയം ചെയ്യുന്നത് എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ വലുപ്പം എത്രയാണ്? ഇപ്പം ഇന്നലെ ഒരു പരിഭാഷയിലോ മറ്റോ വായിച്ചു, പിന്നെ ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്റർ ഇല്ലേ, 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെ 10 ഈ പ്രകാശവർഷം, ഈ പ്രപഞ്ചം എന്ന് മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള, അറിവിൽപ്പെട്ടിട്ടുള്ള പ്രപഞ്ചത്തെ ഒരു ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദുവിലേക്ക്, അറ്റത്തെ ബിന്ദുവിലേക്ക് എത്തണമെങ്കിൽ മനുഷ്യൻ്റെ അറിവിൽപ്പെട്ട പ്രപഞ്ചത്തിന് 10 ലക്ഷം പ്രകാശവർഷം എത്രയാണത്? അതിൻ്റെ അകലപ്പോൾ. അപ്പം ഇതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ വലയം ചെയ്തുകൊണ്ട് അർശ് എന്ന് പറയുന്നു അല്ലാഹു അല, അഥവാ അള്ളാഹുവിൻ്റെ അധികാരം, ആധിപത്യം അവൻ അർശിലാണ്. ഇസ്തുമസ്തവ അലൽ അർശ്, ഇസ്തവ അലൽ അർഷും ഇസ്തവ ഇലൽ അർഷും ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇസ്തവ അലൽ അർഷ് എന്ന് പറഞ്ഞാൽ അധികാരം ഏറ്റെടുത്തു. ഷെയ്ഖ് ഉസൈമീൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മരണപ്പെട്ടോന്ന് അറിയില്ല. മരിച്ചു, അദ്ദേഹം മരിച്ചു. മഹാപണ്ഡിതനായിരുന്നു, ചിന്തകനായിരുന്നു, മരിച്ചു റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നത് അൽ കുർസിയു മൗളിഉ ഖദമൈനി, അള്ളാഹുവിൻ്റെ പാദങ്ങൾ വെക്കുന്നതാണ് കുർസി. അല്ലാഹു അഅലം എന്താണ് അള്ളാഹുവിൻ്റെ പാദങ്ങൾ, അതൊന്നും നമുക്കറിയില്ല. വൽ അർശു ലാ യഖ്ദിറു അഹദുൻ ഖദ്റുഹു, ഒരാൾക്കും അതിൻ്റെ ഖദ്ർ, അതിൻ്റെ വലിപ്പവും മഹത്വവും കണക്കാക്കാൻ പറ്റൂല എന്നൊക്കെയാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. റബ്ബുൽ അർശിൽ അലീം, മഹാസിംഹാസനത്തിൻ്റെ ഉടമയാണവൻ അല്ലേ. ദിക്റുകളിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. റബ്ബുൽ അർശിൽ അലീം സൂറത്ത് തൗബയിലും സൂറത്ത് മുഅ്മിനീൻ. റബ്ബുൽ അർശിൽ കരീം. അപ്പോൾ അവൻ്റെ അർശ്, അവൻ്റെ ആധിപത്യം വെള്ളത്തിന്മേലായിരുന്നു. ഇതൊക്കെ എന്തിനാ പറഞ്ഞു തരലി എബുലുവക്കും? ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? എന്നിട്ട് മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കാണ്. എല്ലാ കാര്യങ്ങളും മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ ബുദ്ധി അതിന് മാത്രം ഉണ്ടാവില്ല, നമുക്ക് അതിന് മാത്രം പുരോഗമിച്ചിട്ടില്ല, ഉണ്ടാവുകയില്ല. ലിയബുലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ്റെ ജീവിതം തന്നെ പരീക്ഷണമാണല്ലോ. അല്ലെങ്കിൽ എന്താ, അള്ളാഹുവിനെ എല്ലാവരും മലക്കാള മാതിരി പഠിച്ചാൽ പോരേനോ? എന്നിട്ട് എല്ലാവരെയും സ്വർഗത്തിലാക്കിയാൽ പോരായിരുന്നോ? അപ്പോൾ നമുക്ക് ബുദ്ധി, വിവേചന ശേഷിയൊക്കെ തന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും നിയമങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും ആരാധനാ കർമ്മങ്ങളും വിശ്വാസ കാര്യങ്ങളും ഒക്കെ തരുന്നതും ലിയബുലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിനാണ്. അയ്യുക്കും അഹ്സനു അമല, അയ്യുക്കും ആരാണ്, നിങ്ങളിൽ ആരാണ്, അഹ്സനു ഏറ്റവും ഉത്തമമായത്, ഉത്തമമായിട്ട്, അമലൻ അമലിനാൽ ഉത്തമമായവൻ, അമലിനാൽ അഹ്സൻ. അഹ്സൻ പറഞ്ഞാൽ എന്താ? ഏത് കാര്യവും അതിൻ്റെ ഭംഗിയിൽ ഇബാദത്ത് എന്നുള്ള നിലയിൽ അള്ളാഹു കാണുന്നു എന്നുള്ള നിലയിൽ ചെയ്യാം. ഒരു ഇരുത്തത്തിനൊരു ഭാഷ ഉണ്ടല്ലോ അല്ലേ? ഇരുത്തത്തിനൊരു ഭാഷ ഉണ്ട്, ശരീരഭാഷ എന്ന് പറയില്ല. ഒരാളെ ഇരുത്തം അതൊരു അഹങ്കാരിയുടെ ഇരുത്താണോ, ഒരു വിനയമുള്ളവൻ്റെ ഇരുത്താണോ, ഒരു താന്തോന്നിയുടെ ഇരുത്താണോ, ഒരു മാന്യൻ്റെ ഇരുത്താണോ? ചില ആൾക്കാരുണ്ടെങ്കിൽ അണ്ടർവെയറൊക്കെ കാട്ടി മാടിക്കയറ്റൊക്കെ കുത്തിർക്കും. അങ്ങനെ കണ്ടിട്ടില്ലേ? അത് നമുക്ക് മനസ്സിലാക്കാം, അയാളൊരു മാന്യനായ പെരുമാറ്റക്കാരനാണോ. ചില ആൾക്കാരുടെ ഇരുത്തം കണ്ടാൽ വിസ്തരിച്ചിങ്ങോട്ട് ഇരിക്കുന്ന കണ്ടാൽ നമുക്ക് തോന്നും ഇതൊക്കെ അയാളെ കീഴിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. അങ്ങനത്തെ ആൾക്കാർ അല്ല, ഞാൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല, അങ്ങനെ അഹങ്കാരം.
അല്ല, വിനയത്തോടു കൂടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് ഇരുന്നാൽ അതൊരു ഇരുത്താണ്. അത് കണ്ടിട്ട് സ്വഹാബികൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്ര ഒരു മനുഷ്യന് ആരുടെ മുമ്പിലായിട്ട്? അള്ളാഹിൻ്റെ മുമ്പിലാണ്. ഒരു മനുഷ്യന് ഇത്ര വിനയാന്വിതനാകാൻ കഴിയുമെന്ന് സഹാബിമാർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇരുത്തത്തിനൊരു ഭാഷയുണ്ട് ഇവിടെ. അപ്പോൾ ഒരു ഇരുത്തം ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അയ്യക്കും അഹ്സനു അമല, ഏത് അമൽ, അത് ഇബാദത്ത് ആരാധനാകർമ്മങ്ങളാവട്ടെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളാവട്ടെ, ചെയ്യണത് ഏറ്റവും ഭംഗിയിലും വൃത്തിയിലും. വീടിൻ്റെ അടുക്കും ചുറ്റി അതൊരു ഭംഗിയും വൃത്തിയാണ്. പള്ളിക്ക് മുസാഫ് വെക്കൽ, ഇതിപ്പോൾ എങ്ങനെയൊക്കെ വെച്ചുകൂടെ നമുക്ക്? എങ്ങനെയൊക്കെ വാരി വലിച്ചിട്ട് പോകാമല്ലോ. കുറേ ഇവിടെ അങ്ങനെ ഇട്ട് ചെറിയ കുത്തനിട്ട് കുറേ അങ്ങനെയല്ലല്ലോ. അതൊരു കണ്ട ഒരു വൃത്തി, അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു വെടുപ്പ്, അതിൻ്റെ ഒരു അച്ചടക്കം. വീട്ടിലങ്ങനെ തന്നെ ചിലയിടത്തൊക്കെ ചെന്നാൽ കാണാം സിറ്റ് ഔട്ട് തന്നെ ഉണ്ടാകും, എന്ത് ചൂലും ഉണ്ടാകുക, നെൽപ്പടിമ ഇരിക്കണം, ചായ കുടിച്ച ഗ്ലാസ് ഉണ്ടാകും. അവിടത്തിന് എപ്പോഴേലും അപൂർവം സംഭവിക്കൂലെന്നില്ല. അവിടെ തന്നെ ഉണ്ടാകും. വളപ്പടി കൊടുന്ന ചാക്ക് കഴിയുമ്പോൾ ഉണ്ടാകും. മാങ്ങ ഒരുക്കി കൊടുന്ന് വെച്ചാൽ അതും ഉണ്ടാകും സിറ്റ് ഔട്ടിൽ. കോഴിക്കള വളർത്തുന്നാണെങ്കിൽ കോഴിക്കാട്ടം ഉണ്ടാവും. ഇതൊരു അഹ്സനും അമല് ചെയ്യുന്നതിൻ്റെ ലക്ഷണമല്ല. വീടിൻ്റെ കാർ കുറച്ച് മുന്നിലായിരിക്കും. അവിടെ അണ്ടർവെയറുകളൊക്കെ എല്ലാം ഉണ്ടാകും അവിടെ. അണ്ടർവെയർ കാർ പോർച്ചിൽ എല്ലാം ഉണ്ടാവും അണ്ടർവെയർ. ചില ആൾക്കാർ കുളിമുറിയിലും ബാത്റൂമിലും പല ആൾക്കാരും ഒക്കെ അവിടെ ഉണ്ടാവും അണ്ടർവെയർ കഴിച്ചിട്ടിട്ട്. അത് അഹ്സനു അമലല്ല. അഹ്സനു അമൽ എന്താ? നമ്മൾ സംരക്ഷിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്, മറക്കേണ്ടത് മറച്ചന്നെ വെക്കണം, അല്ലേ? മറച്ചന്നെ വെക്കണം. വസ്ത്രങ്ങൾ വെക്കണം എടുത്ത് എല്ലായിടത്തും ഉണ്ട് അഹ്സനു അമലാറിന്. എല്ലായിടത്തും ഉണ്ട് അഹ്സനം. വർത്തമാനം പറഞ്ഞിടത്തുണ്ട്, പെരുമാറുന്നിടത്തുണ്ട്, ഇരിക്കുന്നിടത്തുണ്ട്, വീട് അടുക്കും ചിട്ടയിലും വെക്കുന്നിടത്തുണ്ട്. വീട്ടിൽ കത്തി ഇന്നെടുത്താൽ ഇന്ന് ഇവിടെ ഉണ്ടാവും, നാളെ അവിടെ ഉണ്ടാവില്ല, അത് വേറൊരു ഇടത്തേക്കാണ്. ചക്ക മുറിച്ചിട്ടുണ്ടാവും, ആ കത്തി അവിടെ തന്നെ അടക്കുന്നുണ്ടാവും, അതിന് മടലും ഉണ്ടാവും അവിടെ തന്നെ, അതിമത്തെ പറഞ്ഞ് കളഞ്ഞിട്ടും ഉണ്ടാവില്ല. അതപ്പടി ഇങ്ങനെ ഒരു അടുക്കും ചിട്ടിയും വ്യവസ്ഥയില്ലാത്തത് ആണുണ്ട് പെണ്ണുണ്ട്. അങ്ങനെ ചില പെണ്ണുങ്ങൾക്ക് നല്ല അടുക്കും ചിട്ടിയുണ്ടാവും, ചില ആണുങ്ങൾക്കും ഉണ്ടാവും. സാധനങ്ങൾ അയച്ച് കട്ടിലുമ്മൽ എവിടെ എറിയണ വെച്ചാൽ അവിടെ എറിഞ്ഞാൽ അത് എടുത്തൊക്കെ ഇങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഏത് ഇബാദത്താണെങ്കിലും അങ്ങനെ തന്നെ. നിസ്കരിക്കാൻ വരുമ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ചില ആൾക്കാരുണ്ട്, ഒന്ന് എടുക്കുമ്പോൾ കാൽമൊക്കെ വെള്ളം വാർന്ന് കാണുക, അടുത്ത് നിൽക്കണവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല. അങ്ങോട്ട് തെറിപ്പിച്ചിട്ട് അങ്ങോട്ട് കജും കാലൊക്കെ വരച്ച് കക്കിയിട്ട് അപ്പുറത്തൊക്കെ ഉണ്ടാക്കണവൻ്റെ മേത്തക്കും തെറിച്ചിട്ടുണ്ടാവും. ഇതൊന്നും അഹ്സനും അമലല്ല. പണം ചിലവഴിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തിലും ഏറ്റവും ഉത്തമമായി അമല് ചെയ്യുന്നത് ആരാ? അത് ഓരോരുത്തർ കൈകാര്യം ചെയ്യണത് കണ്ടാൽ അറിയാം. ചിലവർ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ അഹ്സനും അമല് ഇബാദത്തുകളിലുണ്ടാകും. ഇബാദത്തുകൾ എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാത്ത നമ്മുടെ വീട് ജോലികളിൽ, നമ്മുടെ കൃഷിപ്പണികളിൽ ഇല്ലേ, ഒരു ആയുധം കൈകാര്യം ചെയ്യുന്നിടത്ത് കൈക്കോട്ടും കത്തി ഇട്ടുകൊടുത്ത് വരെ ഉണ്ടാവും. അത് വൃത്തിയായി സൂക്ഷിച്ച് വെക്കലൊക്കെ എന്താണ് അഹ്സനു അമലിൻ്റെ വിശദീകരണത്തിൽ വരും. ഇബാദത്തുകളും അങ്ങനത്തെ ഇബാദത്ത് ഏറ്റവും ഉത്തമമായിരിക്കണം. മറ്റേത് അങ്ങനെ വെച്ചാൽ അയാൾ വീട്ടിൽ വരുന്നവർ മാത്രമേ അറിയുള്ളൂ. ഇബാദത്തോ എല്ലാം ബിസ്മില്ലി തുടങ്ങിയ ഇബാദത്തല്ലേ? ഭക്ഷണം കഴിക്കല ഇബാദത്തല്ലേ? ബിസ്മില്ലി തുടങ്ങി ഹംദല്ലി അവസാനിപ്പിക്കുമ്പോൾ ബിസ്മിൽ ദിക്റും ചൊല്ലി ഉറങ്ങാൻ കിടക്കുന്ന ഇബാദത്തല്ലേ? അപ്പം അതിനൊക്കെ അതിൻ്റേതായ ഹുസ്ന് വേണം എന്നർത്ഥം. അതൊക്കെ എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുക, അമൽ ചെയ്യണതാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇത് പല സ്ഥലത്തും ഖുർആൻ പറഞ്ഞതാണ്. വലയിൻ കുൽത്ത എന്ന അർത്ഥം, ഇനിയുള്ള അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുക, നമുക്ക് അറിയണ കാര്യം. വലയിൻ കുൽത്ത, ഇനി താങ്കൾ പറഞ്ഞു, ഇന്നക്കും മബ്ഊസൂന മിൻ ബഅദിൽ മൗതി, മരണാനന്തരം നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും എന്ന് താങ്കൾ അവരോട് പറഞ്ഞാൽ, ലയഖൂലന്നല്ലദീന കഫറു, നിഷേധിച്ചവർ പറയുക തന്നെ ചെയ്യും, പ്രതികരിക്കുക തന്നെ ചെയ്യും, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ, ഇതൊക്കെ വ്യക്തമായ മാരണമല്ലാതെ മറ്റൊന്നുമല്ല, ആഭിചാരമല്ലാതെ മറ്റൊന്നുമല്ല. ആഭിചാരം ബാധിച്ച ആൾക്കാർ എന്തെല്ലാം വിളിച്ചു പറയും, അങ്ങനെ ഓരോന്ന് വിളിച്ചു പറയാണ് ഇതൊക്കെയാണ്. മരണപ്പെട്ടവർ ഇനിയും ജീവിക്കുന്നതാണ്. അത് മാരണക്കാർ പറയണ മാതിരി ഓരോ വിവരക്കേട് പറയാണെന്നാണ് അവർ പറയുന്നത്. ഒന്നുകൂടെ വേഗം അർത്ഥം കൊണ്ട് അവസാനിപ്പിക്കാം. ബഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം, ആകാശഭൂമികളെ 6 ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. വകാന അർശുഹു അലൽ മാ,
അവൻ്റെ സിംഹാസനം ജലത്തിൻ്റെ മേലായിരുന്നു. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഉത്തമമായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന്. വല ഇൻ ഖുൽത, താങ്കൾ പറഞ്ഞാൽ ഇന്നക്കും മബ്ഊസൂന മിൻ ബഅദിൽ മൗതി, മരണാനന്തരം നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുന്നവരാണെന്ന് പറഞ്ഞാൽ, ല യഖൂലന്നല്ലദീന കഫറു, നിഷേധിച്ചവർ പറയും, ഇൻ ഹാദാ ഇല്ലാ സിഹ്റു മുബീൻ, ഇത് സ്പഷ്ടമായ മാരണമല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അല്ലെങ്കിൽ കൃത്യമായി ഉൾക്കൊണ്ട് വിശ്വസിച്ച് ജീവിച്ച് മരിക്കാൻ നമ്മളെ തുണക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ